മലയാറ്റൂർ നക്ഷത്ര തടാകം മെഗാ കാർണിവലിലേക്ക് ജനപ്രവാഹം. 110 ഏക്കർ വിസ്തൃതിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന മണപ്പാട്ടിച്ചിറയ്ക്ക് ചുറ്റും ഇപ്പോൾ നക്ഷത്രങ്ങളുടെ ലോകമായി മാറിയിരിക്കുകയാണ്. ക്രിസ്തുമസ് ദിനരാത്രി മുതൽ ആരംഭിച്ച നക്ഷത്ര തടാകം മെഗാ കാർണിവൽ ആസ്വദിക്കാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ജനകീയ വികസന സമിതിയുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ തുടർച്ചയായ 11ാം വർഷമാണ് മലയാറ്റൂർ മലയടിവാരത്ത് ഈ നക്ഷത്ര തടാകം മെഗാ കാർണിവൽ നടക്കുന്നത്. 110 ഏക്കർ വിസ്തൃതിയിൽ വെള്ളം കിടക്കുന്ന മണപ്പാട്ടച്ചിറയ്ക്ക് ചുറ്റും ഇപ്പോൾ നക്ഷത്രങ്ങളുടെ ലോകമായി മാറിയിരിക്കുകയാണ്. 10,025ഓളം പല വർണ്ണങ്ങളിലുള്ള നക്ഷത്രങ്ങളാണ് തടാകത്തിന് ചുറ്റും തൂക്കിയിരിക്കുന്നത്. ക്രിസ്മസ് ദിനരാത്രി മുതൽ ആരംഭിച്ച നക്ഷത്ര തടാക കാർണിവൽ ആസ്വദിക്കുവാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തുന്നത്. വിവിധ വർണ്ണങ്ങളിലുള്ള നക്ഷത്രങ്ങൾ, വൈദ്യുത ദീപാലങ്കാരങ്ങൾ, വിവിധ തരം റൈഡുകളുള്ള അമ്യൂസ്മെന്റ് പാർക്ക്, 50 അടി ഉയരമുള്ള ഭീമാകാരനായ കൂറ്റൻ പപ്പാഞ്ഞി, ഫുഡ് കോർട്ടുകൾ, ബോട്ടിംഗ്, വിവിധതരം വിൽപ്പനശാലകൾ എന്നിങ്ങനെ ഇവിടെ എത്തുന്നവരെ കാത്തിരിക്കുന്നത് ഒരു അത്ഭുത ലോകമാണ്. പുതുവത്സര രാത്രിയിൽ പപ്പാഞ്ഞിയെ കത്തിക്കൽ ചടങ്ങിനുള്ള കൂറ്റൻ പപ്പാഞ്ഞിയുടെ പണി പൂർത്തിയാക്കി. ആർട്ടിസ്റ്റ് ഗോപി മംഗലദത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇത്തവണ 50 അടിയോളം ഉയരമുള്ള പപ്പാഞ്ഞിയെ തയ്യാറാക്കിയത്. പുതുവത്സരം പിറക്കുന്ന നിമിഷങ്ങളിൽ അവിടെ എത്തിയിരിക്കുന്നവരിൽ നിന്ന് നറുക്ക് കിട്ടുന്ന ആളാണ് പപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. വാട്ടർ DJ പ്രോഗ്രാമും അതിനുശേഷം പപ്പാഞ്ഞിക്ക് തീ കൊളുത്തുന്നതോടെ ഈ കാർണിവൽ അവസാനിക്കുന്നു. 11ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കാർണിവലിന്റെ ഈ വർഷത്തെ ആഘോഷ പരിപാടികൾ കൂടുതൽ ഗംഭീരമാക്കാനാണ് സംഘാടക സമിതി സജ്ജമാക്കിയിരിക്കുന്നത്. കലാഭവൻ സംഘം അവതരിപ്പിക്കുന്ന മെഗാ ഷോയും ഫ്ലോട്ടിംഗ് പപ്പാഞ്ഞിയും ഒക്കെ ഈ വർഷത്തെ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടും. ന്യൂസ് ബ്യൂറോ, കാലടി. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.